എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് ആണ്. നമുക്കതൊരു കോൺസെപ്റ്റ് 2 എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യവും അതിലൊരു കോൺസെപ്റ്റും പറഞ്ഞിട്ട് പോകും. വളരെ ആവശ്യമുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നോക്കൂ മക്കളെ, A ഡിവൈഡഡ് ബൈ B സമം K. അങ്ങനെയാണെങ്കിൽ K ഡിവൈഡഡ് ബൈ B എന്ത് ആണ് എന്നാണ് ചോദ്യം. A ഡിവൈഡഡ് ബൈ B എന്താണെങ്കിൽ K ആണെങ്കിൽ K ഡിവൈഡഡ് ബൈ B എന്താണ് എന്നാണ് ചോദ്യം. കാണുമ്പോൾ ചില ആളുകൾക്ക് ഇത് ഈസി ആയിട്ട് തോന്നും, ചില ആളുകൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. എന്താണെങ്കിലും ചെയ്തു നോക്കുക. സോ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന ആളുകൾ ട്രൈ ചെയ്യുക, അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന ആളുകൾ ക്ലാസ്സുകൾ കണ്ടു നോക്കുക, ചെയ്തു നോക്കുക. ഇനി ചെയ്ത് നോക്കിയിട്ട് കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യുക, കണ്ടു നോക്കുക. ഈസി ആയിട്ടുള്ള ആളുകൾ ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നോക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ആൾറെഡി ഈ കോൺസെപ്റ്റ് അറിയാമെന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഞാൻ പറയാം. ഇവിടെ നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. A സമം B ആണെന്നിരിക്കട്ടെ. A ഈക്വൽ ടു B ഒരു കോൺസെപ്റ്റ്. A ഈക്വൽ ടു B ആണ്. ഇനി നിങ്ങൾക്ക് എന്തോ ഒരു സാഹചര്യത്തിൽ എയിനോട് ഒരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു. എക്സ് എന്ന സംഖ്യ നിങ്ങൾക്ക് എയിനോട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു എന്ന് കരുതുക. ഏതോ ഒരു സാഹചര്യത്തിൽ എന്തോ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നാകാം, ഒന്നിനേക്കാൾ ചെറുതാകാം, ഒന്നിനേക്കാൾ വലുതാകാം. ഓക്കെ, ഒന്നാകാം, ഒന്നിനേക്കാൾ എന്താകാം, ചെറുതാകാം, അല്ലെ? എക്സിന്റെ വില എന്ന് പറയുന്നത് എന്താകാം, ഞാൻ ഒരു ഓപ്ഷൻസ് പറയാം. എക്സിന്റെ വില എന്താകാം, ഒന്നുകിൽ 0 ആകാം, 0 അവിടെ എഴുതോട്ടെ, നമുക്ക് 1 എന്ന് തന്നെ പറയാം, 1 ആകാം, ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്താവാം, ഒന്നിനേക്കാൾ ചെറുതാകാം, അല്ലെങ്കിൽ ഒന്നിനേക്കാൾ വലുതാകാം. ഇത്രയും പോസിബിലിറ്റി അല്ലേ ഉള്ളൂ, ശരിയല്ലേ? നിങ്ങൾക്ക് A ഈക്വൽ ടു B എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു സാഹചര്യത്തിൽ എയിനോട് ഒരു സംഖ്യയെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എക്സ്. ഈ എക്സ് എന്ന വാല്യൂ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്? ഒന്നുകിൽ എന്താകാം, 1 ആകാം, അല്ലെങ്കിൽ എന്താ, ഒന്നിനേക്കാൾ ചെറുതാകാം, അല്ലെങ്കിൽ ഒന്നിനേക്കാൾ വലുതാകാം. ശരിയല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നിങ്ങൾ ഏത് സംഖ്യ കൊണ്ടാണോ മൾട്ടിപ്ലൈ, ഇപ്പൊ 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1 ഗുണം A സമയം എന്ത് തന്നെ കിട്ടും, A തന്നെ കിട്ടും. സോ ഈ മുകളിലത്തെ ഒന്നാമത്തെ ഇക്വേഷനിൽ മാറ്റമില്ല, A ഈക്വൽ ടു B തന്നെ. എക്സ് എത്രയാണെങ്കിൽ 1 ആണെങ്കിൽ. പക്ഷേ 1 അല്ല എന്നുള്ള കേസിൽ നിങ്ങൾ മനസ്സിലാക്കണം, A ഈക്വൽ ടു B ഇങ്ങനെ നിൽക്കണമെങ്കിൽ, ഈ കണ്ടീഷനിൽ തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് നിൽക്കണമെങ്കിൽ നിങ്ങൾ എയോട് ഏത് സംഖ്യയാണോ മൾട്ടിപ്ലൈ ചെയ്തത് അതേ സംഖ്യ കൊണ്ട് ബിയോട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോടാ? ഓക്കെ, അതായത് ഇപ്പോൾ എയോട് നിങ്ങൾ 2 മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ബിയോടും 2 മൾട്ടിപ്ലൈ ചെയ്യണം. എയോട് നിങ്ങൾ 3 മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ നിങ്ങൾ ബിയോടും 3 മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ A ഈക്വൽ ടു B ഈ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുള്ളൂ. നിങ്ങൾ വേറെ കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്താ, ഒരു സംഖ്യയെ നിങ്ങൾ എന്ത് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഈക്വൽ ടു കിടക്കുന്ന സൈഡിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ അപ്പുറത്തെ സൈഡിലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? 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 ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിവിഷന്റെ കേസ് നോക്കി നോക്ക്. അപ്പൊ A ഈക്വൽ ടു B, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുവാണ്, B കൊണ്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ വാല്യൂവിന് മാറ്റം വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ A/2 ആണ് നിങ്ങൾ ചെയ്താൽ B/2 ചെയ്യണം. ക്ലിയർ ആണേ? ക്ലിയർ ആണ്. എന്താണോ സമത്തിന് ഇപ്പുറത്ത് ചെയ്യുന്നത് അത് തന്നെ സമത്തിന് അപ്പുറത്തും ചെയ്യണം എന്നുള്ളതാണ് ബേസിക് ലോജിക്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. എങ്കിലാണ് നമുക്ക് ഈ ചോദ്യം ചെയ്യാം. നോക്കൂ മക്കളെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചോദ്യം എന്താ പറഞ്ഞേക്കണേ, സിമ്പിൾ ആണ്. അങ്ങനെ മനസ്സിലാക്കി, ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. നോക്ക്, A/B ഈക്വൽ ടു K. അങ്ങനെയാണെങ്കിൽ K/B എത്രയെന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ തന്നിക്കുന്ന ചോദ്യത്തിൽ A/B ഈക്വൽ ടു K, ഇവിടെ എന്താണ്, ഒരു കെയുടെ സ്ഥാനത്ത് ഒരു അടിയിൽ ഒരു B കൂടെ വരണ്ടേ? അപ്പൊ ഞാൻ താഴെ ഒരു B കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന്റെ ഈ സൈഡിൽ B കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പുറത്തും B കൊടുക്കണ്ടേ? അപ്പൊ ഇവിടെയും നിങ്ങൾ ഒരു B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും പറഞ്ഞേ, A/B ഇൻറ്റു B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, B ന്റെ സ്ക്വയർ ആയിരിക്കും. ശരിയല്ലേ? സോ A/B സ്ക്വയർ ഈസ് ഈക്വൽ ടു K/B. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്താ മക്കളെ, ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ഉത്തരം, A/B സ്ക്വയർ. സോ ഇത് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും.
സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അപ്പോഴാണ് ഇതിൻ്റെ യൂസ്നെസ് മനസ്സിലാകുക, ബെനിഫിറ്റ് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.